ഒരു വീഡിയോ ആയിരിക്കും. നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന ചില വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗത്തിലേക്ക് കിടക്കാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എല്ലാവരും കേട്ടിരിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ് തെരഞ്ഞെടുപ്പിൽ വരാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടി ഏതാണോ ആ പാർട്ടിയുടെ നേതാവിനെയാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റുന്നത്. രാഹുൽ ഗാന്ധിയെ വിളിക്കണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാണ്. ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസ്സുകാരെ എല്ലാം അത് ജയിപ്പിക്കാൻ തയ്യാറാണ്. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി വിജയിച്ചില്ലെങ്കിലും രണ്ടു കൂട്ടരും BJP എതിരാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധ്യതയുള്ള കക്ഷിക്ക് വിജയം ഉറപ്പാക്കണം. നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് കാണും അല്ലേ? കേരളം ഭരിക്കുന്ന CPMന്റെ നേതാവ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആള് പറയുകയാണ്, LDF വിജയിച്ചില്ലെങ്കിലും UDFനെ നിങ്ങൾ വിജയിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് LDFന്റെ സ്ഥാനാർത്ഥികൾ ഇവിടെ നിർത്തി തിങ്കളാഴ്ച അവര് കൊടുത്തിരിക്കുന്ന പത്രിക പിൻവലിക്കുകയല്ലേ വേണ്ടേ? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഇവരെല്ലാം ഒരമ്മ പറ്റ മക്കളാണ്. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും നമ്മളുടെ വോട്ടുകൾ മേടിക്കും. ഇതിപ്പോൾ അദ്ദേഹത്തിന് എന്തോ സ്ക്രൂ വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സത്യം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. കാരണം LDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചില്ലെങ്കിലും UDF വിജയിക്കണം. അപ്പൊ UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കണമെന്ന് CPMന്റെ നേതാവ് മുഖ്യമന്ത്രി ഇടുക്കിയിൽ നടന്ന മീറ്റിംഗിൽ വിളിച്ചു പറയുകയാണ്. പിന്നെ എന്തിനാണ് ഇവിടെ LDFും UDFും തമ്മിൽ മത്സരിക്കുന്നത്? നമ്മളെയൊക്കെ വെട്ടികളാക്കുകയാണ്. ഇവിടെയാണ് അന്തർധാരയല്ല, നേരിട്ടുള്ള ധാരയാണ് ഇവർ തമ്മിൽ. അപ്പൊ അതുകൊണ്ട് മറിച്ച് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ ഒരു പ്രാർത്ഥനയോടെ തീരുമാനിക്കുകയാണ്. 67 വർഷം LDFനെയും UDFനെയും പരീക്ഷിച്ചു. ഈ തവണ 2020 ഒന്ന് പരീക്ഷിക്കുക. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. 67 വർഷം കൊണ്ട് ഈ പറയുന്ന 20 MPമാര് നമ്മൾ തെരഞ്ഞെടുത്തു. ഈ 67 വർഷം കൊണ്ട് ഈ നാടിന് വേണ്ടി എന്ത് കൊടുത്തോ അതിന്റെ 10 ഇരട്ടി 5 വർഷം കൊണ്ട് 2020യെ വിജയിപ്പിച്ചാൽ ഈ നാട്ടിൽ നടപ്പിലാക്കും. ഇനി ഇന്ന് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് നിങ്ങൾ പോയി നോക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരാള് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ അവിടെ പോകേണ്ടി വരില്ല. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിന് വെള്ളം, ചായ വേണമെങ്കിൽ ചായ, കോഫി വേണമെങ്കിൽ കോഫി, സ്നാക്സ്, പപ്സ് അല്ലെങ്കിൽ കേക്ക്. ഇനി ഉച്ചയ്ക്കാണെങ്കിൽ സുഖമായിട്ടുള്ള ഭക്ഷണവും അവിടെ കിട്ടും. ഒരു പേപ്പറിന് നിങ്ങൾ പൈസ കൊടുക്കണ്ട, അപേക്ഷ എഴുതാൻ പൈസ കൊടുക്കണ്ട. അവിടെ അപേക്ഷ എഴുതാൻ ആളുകളുണ്ട്. പേപ്പർ ഫ്രീ ആണ്, ചായ ഫ്രീ ആണ്, കോഫി ഫ്രീ ആണ്, സ്നാക്സ് ഫ്രീ ആണ്, ഊണ് ഫ്രീ ആണ്. ഇനി ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണമെങ്കിൽ അതിന് നിങ്ങൾ പൈസ കൊടുക്കണ്ട, അത് ഫ്രീ ആയിട്ട് കിട്ടും. അപേക്ഷ എഴുതി 1 മണിക്കൂറിനുള്ള കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിങ്ങളെ തിരിച്ചയക്കും. നിങ്ങളുടെ വീട്ടിൽ ആ മെമ്പർ നിങ്ങൾ എന്തിനു വന്നോ അതവിടെ എത്തിച്ചിരിക്കും. എവിടെയെങ്കിലും ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ അത് 2020ക്ക് മാത്രമേ നടക്കൂ. അത് 2020യുടെ ആളുകൾക്ക് മാത്രമല്ല, അത് മാർക്സിസ്റ്റുകാരായാലും ശരി, കോൺഗ്രസ്സുകാരായാലും ശരി, BJPക്കാരായാലും ശരി, ഒരേ രീതി നടപ്പാക്കിക്കൊണ്ട് അത് ജനങ്ങളുടെ നികുതി പണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരേ രീതി നടപ്പാക്കുന്ന ഒരേ പാർട്ടിയാണ് 2020. അതാണ് നമ്മുടെ പഞ്ചായത്ത്. അത് തന്നെയായിരിക്കും നിങ്ങളൊരു MPയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഈ നാടിന്റെ സമൂല മാറ്റമായിരിക്കും. അത് മാത്രമല്ല, മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ, ഇതൊരു തുടക്കമാണ്.